കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ പ്രളയത്തിലാക്കാനും വരൾച്ചയിൽ മുറുക്കാനും കെൽപ്പുള്ള എൽനിനോ പ്രതിഭാസം വരുന്നുവെന്ന റിപ്പോർട്ടുകൾ. ലോകത്തെ ആകെ ഇത് സാരമായി ബാധിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഈ പ്രതിഭാസത്തെ അപകടകാരിയാക്കുന്നത്. ലോകത്തെ പ്രളയത്തിലാക്കാനും വരൾച്ചയിൽ മുറുക്കാനും കെൽപ്പുള്ള എൽനിനോ വരുന്ന റിപ്പോർട്ടുകൾ. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ സാരമായി ഇത് ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 3 മുതൽ 7 വർഷം വരെ കൂടുമ്പോൾ എൽനിനോ എന്ന പ്രതിഭാസം സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം ഉണ്ടാകാൻ പോകുന്ന എൽനിനോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒന്നാകുമെന്നാണ് വിവരം. കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന്റെ പ്രധാന കാരണം. ഉണ്ണിയേശു എന്നാണ് എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം. ക്രിസ്മസ് സമയത്ത് സൗത്ത് അമേരിക്കൻ തീരങ്ങളിൽ കണ്ടു തുടങ്ങുന്നതുകൊണ്ടാണ് ഈ പ്രതിഭാസത്തിന് ഈ പേര് വന്നത്. ഭൂമിയുടെ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കവും മറുഭാഗത്ത് കടുത്ത വരൾച്ചയും ഉണ്ടാക്കുന്ന ഒരു ആഗോള പ്രതിഭാസത്തെയാണ് എൽനിനോ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന അസാധാരണമായ വർധനവാണ് ഇതിന് കാരണമാകുന്നത്. സാധാരണയായി പസഫിക് സമുദ്രത്തിൽ വീശുന്ന ശക്തമായ കാറ്റ് ഉപരിതലത്തിലെ ചൂടുവെള്ളത്തെ ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഭാഗങ്ങളിലേക്ക് തള്ളിവിടും. തുടർന്ന് സൗത്ത് അമേരിക്കൻ തീരങ്ങളിൽ അടിത്തട്ടിലുള്ള തണുത്ത ജലം മുകളിലേക്ക് ഉയർന്നു വരും. എന്നാൽ എൽനിനോ ആരംഭിക്കുന്ന സമയത്ത് പസഫിക് സമുദ്രത്തിൽ വീശുന്ന കാറ്റിന്റെ വേഗത കുറയും, ചിലപ്പോൾ നിന്നു പോവുകയും ചെയ്യും. അങ്ങനെ വന്നാൽ പടിഞ്ഞാറോട്ട് പോകേണ്ട ചൂടുവെള്ളം പസഫിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തും സൗത്ത് അമേരിക്കൻ തീരങ്ങളിലുമായി കെട്ടിക്കിടക്കുകയും ചൂടുപിടിക്കുകയും ചെയ്യും. ഈ സാഹചര്യം ആഗോളതലത്തിലെ തന്നെ വായുസഞ്ചാരത്തെ ബാധിക്കുകയും മേഘങ്ങൾ ഉണ്ടാവുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതോടെ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മഴ കുറയുകയും കടുത്ത വരൾച്ചയും ചൂടും അനുഭവപ്പെടുകയും ചെയ്യും. മാത്രമല്ല, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ പെറു, ഇക്വഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലും അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും കനത്ത മഴയും പ്രളയവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. എൽനിനോ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയെയാണ്. കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ കാലവർഷം ദുർബലമാകുകയും കടുത്ത വേനലും ചൂടും വരൾച്ചയും ഉണ്ടാവുകയും ചെയ്യും. ഇതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും കൃഷിയെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. 50 വർഷത്തിനിടെ ഉണ്ടായ ശക്തമായ എൽനിനോ പ്രതിഭാസങ്ങൾ ആഗോള താപനില 2 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആയി വർദ്ധിപ്പിച്ചിരുന്നു. ഈ വർഷം ഇത് 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുമെന്നാണ് പ്രവചനങ്ങൾ. 1982-83 കാലഘട്ടത്തിൽ എൽനിനോ പ്രതിഭാസം മൂലം തെക്കൻ ബ്രസീലിൽ കടുത്ത വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. 1997-98 കാലഘട്ടത്തിലാകട്ടെ കൊളംബിയയിൽ വരൾച്ചയുമുണ്ടായി. എൽനിനോ എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിനെ ഇത്രയും പ്രശ്നമുള്ളതാക്കി മാറ്റുന്നത്. മനുഷ്യന്റെ പ്രകൃതി ചൂഷണവും ഫോസിൽ ഇന്ധനങ്ങളുടെ തുടർച്ചയായ ഉപയോഗവുമെല്ലാം എൽനിനോ പ്രതിഭാസത്തെ വില്ലനാക്കുന്ന ഘടകങ്ങളാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.